ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് തെവനിൻ വോൾട്ടേജ് ആൻഡ് ഇസഡ് തെവനിൻ ഓഫ് ദ സർക്യൂട്ട് ഷോൺ ആണ്. ഓക്കെ, സോ ത്രൂ എ ബി, ഓക്കെ, എ ബി എന്നുള്ള പോയിന്റിൽ കൂടെയുള്ള തെവനിൻ വോൾട്ടേജും ഇസഡ് തെവനിനും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഫൈൻഡിങ് വി തെവനിൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൽ തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യുവാണ്. എ ബി എന്നുള്ള പോയിന്റ് മാറ്റിയിട്ട് നമ്മൾ പ്ലസ് മൈനസ് ഇടുക. വി തെവനിൻ എന്ന് എഴുതുക. ഓക്കെ, ത്രൂ ദിസ്, ഓക്കെ, 3J2 and minus J6, and here we have 100 at an angle 0 degree. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി തെവനിൻ. സോ ഈ ഒരു പോയിന്റിലെ വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും? വി തെവനിൻ തന്നെയായിരിക്കും. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് ആണ് 100 വോൾട്ട്. ഓക്കെ, സോ ഇവിടുത്തെ വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും? 100 വോൾട്ട് തന്നെയായിരിക്കും. ഇവിടുത്തെ വോൾട്ടേജും എന്ത് തന്നെയായിരിക്കും? 100 വോൾട്ട് തന്നെയായിരിക്കും. 100 at an angle 0 degree. ഓക്കെ, സോ നമ്മൾ നോഡൽ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ഈ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഇത് വി തെവനിൻ, ഈ ഒരു നോഡേ ഉള്ളൂ 100 ആംഗിൾ 0 ഡിഗ്രി. സോ ഇത് മാത്രം നമ്മൾ എടുത്താൽ മതി. വി തെവനിൻ minus 100 divided by 3 plus V Thevenin minus ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 0. ഓക്കെ, മൈനസ് 0 divided by J4 is equal to 0. ഓക്കെ, ഇനി നമുക്ക് എഴുതുകയാണെങ്കിൽ V Thevenin into 1/3 plus 1/4J is equal to 100/3 എന്ന് കിട്ടും. or V Thevenin is equal to 100/3 into 1/3 plus 1/4J. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, സോൾവ് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 80 at an angle 36.87 ഡിഗ്രി വോൾട്ട് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ റിവിഷൻ ക്ലാസ്. ഞാൻ കംപ്ലീറ്റ് സൊല്യൂഷനൊന്നും എഴുതത്തില്ല. നിങ്ങൾക്ക് ഇക്വേഷനിനകത്താണ് മെയിൻലി ഡൗട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്വേഷൻസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻ പാർട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, 64 + 48I എന്നുള്ള ഒരു ഫോമിൽ വരും. ഓക്കെ, നൗ നെക്സ്റ്റ് വി ഹാവ് ഇസഡ് തെവനിൻ. ഓക്കെ, ഇസഡ് തെവനിൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? Short circuit the voltage source and open circuit the current source. Okay, ഇസഡ് തെവനിൻ കണ്ടുപിടിക്കാനുള്ള ഫോമാണ്. വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. സോ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഓക്കെ, ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഈ പാരലൽ ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 3 ohm ഇങ്ങനെ വരും. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലേക്ക് വരും. ഓക്കെ, ഇസഡ് തെവനിൻ. ഒരു ഷോർട്ട് സർക്യൂട്ടിൽ പാരലലായിട്ട് എന്ത് കണക്ട് ചെയ്താലും എന്ത് പറ്റും? ഇതും ഷോർട്ടാകും, ഇതും ഷോർട്ടാകും. സോ ഇസഡ് തെവനിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഈ 3 ohm ഈ ഒരു J4 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷോർട്ടായി പോകും. ഓക്കെ, സോ 3 ohm ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഇസഡ് തെവനിൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇസഡ് തെവനിൻ ഈസ് ഈക്വൽ ടു 3 പാരലൽ J4. ഓക്കെ, ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക്
2.4 at an angle 36.84. ഓക്കെ 87 ഡിഗ്രി എന്ന് ഓം എന്ന് കാണാം. ഓക്കെ, സോ ഈ വാല്യൂസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ദർ മേ ബി എ വേരിയൻസ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഏതൊക്കെ കാര്യങ്ങൾ എടുക്കണം, ഇങ്ങനൊരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ എടുക്കുക, അതാണ് മെയിനായിട്ടും ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് സർക്യൂട്ടിൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിരിക്കും പാട്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് എടുത്തേക്കുന്നത്. സോ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ പാരലൽ ലൂപ്സ് എല്ലാം, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പാരലൽ ലൂപ്സിന് ഒന്നും പറ്റത്തില്ല. ഇവിടെ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റിയത്. ഓക്കെ, സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓരോന്നിനെയും നോഡായിട്ട് എടുത്തേനെ. ഓക്കെ, സോ ഇവിടെ സീരീസ് ആയിട്ട് ഈ ബ്രാഞ്ചസിലൊന്നും റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാം വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് ഇഗ്നോർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് പാത്ത് വരത്തില്ലായിരുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഫൈൻഡ് ദ Thevenin voltage and Thevenin impedance in the point AB. AB എന്നുള്ള പോയിന്റിൽ നമുക്ക് തെവനിൻ റെസിസ്റ്റൻസും തെവനിൻ വോൾട്ടേജും കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് തെവനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. സോ ഈ ഒരു പ്ലസ് മൈനസ് ഇവിടെ നമുക്ക് ഇതിലും വഴിയാണ്, വി തെവനിൻ ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെ വി തെവനിൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ദിസ് പോയിന്റിലായിരിക്കും നമുക്ക് വി തെവനിൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി V1. ഓക്കെ, സോ നമുക്ക് രണ്ട് നോഡ്സ് ആണ്. സോ വി തെവനിൻ കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റ് നോഡ് 1 എന്തെന്ന് വരും, നമുക്ക് ഇക്വേഷൻ 4 ഓം എന്ന് പറയുന്ന നോഡിലേക്ക് വരുന്ന കറണ്ടാണ്. സോ 4 is equal to V1 minus 0 by 8, okay, plus V1 minus VTH by minus J5. Okay, that is എങ്ങനെ വരും, equal to V1 into 1 by 8 minus 1 by J5, okay, plus VTH by J5. ഓക്കെ, സോ ഞാനൊരു ഇക്വേഷൻ എഴുതി. അറ്റ് നോഡ് 2, നോഡ് 2ൽ നമുക്ക് ഇക്വേഷൻ എഴുതണം. 0 is equal to വേറൊരു കറണ്ടുമില്ല. ഓക്കെ, സോ നോഡ് 2ൽ നമുക്ക് വി തെവനിൻ മൈനസ് V1 by J5 ആൻഡ് വി തെവനിൻ മൈനസ് 0 by J10. ഓക്കെ, സോ വി തെവനിൻ മൈനസ് V1 by മൈനസ് J5, okay, plus V Thevenin by J10. Okay, that is equal to V Thevenin 1 by 10 J minus 1 by J5. That is equal to plus V1 by J5. Okay, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പം ഈ വ്യൂ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് V1 കിട്ടും, വി തെവനിനും കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ നാച്ചുറലി നിങ്ങൾക്ക് സൊല്യൂഷൻ ലെങ്തിയർ സൊല്യൂഷൻ മെത്തേഡിലേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് V1 കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് മൈനസ് 1 by J10. ഓക്കെ, വി തെവനിൻ ഇൻറ്റു മൈനസ് 1 by J10, ഓക്കെ, പ്ലസ് V1 by J5 is equal to 0 എന്ന് കിട്ടും. ഓർ V1 by J5 is equal to V Thevenin by J10 എന്ന് കിട്ടും. or V Thevenin is equal to V1 എന്ന് കിട്ടും.
ഓക്കെ. സോ VThevenin ഈസ് ഈക്വൽ ടു, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 1/J10 എന്നുള്ളത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -1/10J എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു J/10 എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, J/10 ആണ്. ഓക്കെ, സോ കാൽക്കുലേറ്ററിൽ എപ്പോഴും ചിലപ്പം 1/10 ആയി ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് I എന്ന് പറയുന്നത് ന്യൂമറേറ്ററൽ പാർട്ടാണ്. ഓക്കെ, സോ ഇത് ഞാൻ ഈക്വലൻ്റ് തന്നെയാണ്, ഈ J മേളിലേക്ക് പോകുന്നതിന് ഈക്വലൻ്റ് തന്നെയാണ് +1/10 ആയി എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം ഈ ഒരു ഡിഫറൻസ് എപ്പോഴും വരുമായിരിക്കും. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, നൗ VThevenin is equal to 2V1. സോ ഇത് കൊണ്ടുവന്ന് ഇവിടെ 2V1 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് VThevenin കിട്ടും. ഓക്കെ, സോ സോൾവ് VThevenin. ഞാൻ ഇത്രയും വരെ പറഞ്ഞു തന്നു, ബാക്കി നിങ്ങൾ എത്രയാണെന്ന് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഞാൻ ആ പാർട്ടിലേക്ക് കിടക്കുന്നില്ല. നൗ ZThevenin കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ദ കറണ്ട് സോഴ്സ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ദ വോൾട്ടേജ് സോഴ്സ്. ഇവിടെ കറണ്ട് സോഴ്സ് ആണുള്ളത്. സോ ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പം എൻ്റെ സർക്യൂട്ട് എങ്ങനെ വരും? 8 ohm -J5 8 ആൻഡ് ഇവിടെ J10. ഓക്കെ, ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എനിക്ക് ZThevenin കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ZThevenin എന്ന് പറയുന്നത് ഈക്വൽ ടു 8 - J5. ഓക്കെ, ഇത് രണ്ട് സീരീസ് ആണ്. സോ 8 - J5 പാരലൽ ടു J10. ഓക്കെ, ഇക്വേഷൻ ചെയ്യുമ്പോൾ 10 at an angle 26 degree ohm എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് VTheveninനും ZTheveninനും കണ്ടുപിടിക്കുക. ദെൻ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. എങ്ങനെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നത്? VThevenin ആൻഡ് ZThevenin in series. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലംസിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഞാൻ ആ ഒരു പാർട്ടിലേക്ക് കിടക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് എങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ സൊല്യൂഷൻ പാർട്ടിൽ നിങ്ങൾക്ക് നോർമൽ സൊല്യൂഷൻസ് പറ്റത്തില്ല. പകരം നിങ്ങൾ മാനുവലി സോൾവ് ചെയ്ത് വരികയേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ ഒരു കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.